കണ്ണൂരിന് പിന്നാലെ കോഴിക്കോട്ടും വെള്ളക്കെട്ടിലൂടെ വിദ്യാർത്ഥികളുമായി ഡ്രൈവറുടെ സാഹസിക യാത്ര. ഡ്രൈവർ വാഹനം ഓടിച്ചത് നിറയെ വിദ്യാർത്ഥികളുമായി ഇടുങ്ങിയ റോഡിലൂടെയാണ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് ചേരുന്നത്. ഇർഫാൻ, ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. വെള്ളക്കെട്ടിലൂടെ ജീപ്പ് ഇങ്ങനെ നീങ്ങുകയാണ്, അതും കുട്ടികളെയും വഹിച്ചുകൊണ്ട്, വിദ്യാർത്ഥികളുമായിട്ട്. ഇത് ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്? എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നിറയെ വിദ്യാർത്ഥികളുമായി ആ ജീപ്പ് ഡ്രൈവർ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. വാഹനം ഓടിച്ചത് നിറയെ വിദ്യാർത്ഥികളുമായെന്ന ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഈ വിദ്യാർത്ഥികളുടെ ജീപ്പ് യാത്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നാദാപുരം പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കല്ലാച്ചി ഇയങ്കോട് റോഡിലൂടെയാണ് ഈ ജീപ്പിന്റെ ഒരു സാഹസിക യാത്ര ഉണ്ടായിരുന്നത്. UP ഹൈസ്കൂൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഈ ജീപ്പിലുണ്ടായിരുന്നത് എന്നാണ് പ്രാഥമിക വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡ്രൈവറെയും ജീപ്പിനെയും കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചതായി ആണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് അതിന്റെ ഉടമയെ പോലീസ് വിളിപ്പിച്ചിരുന്നു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ശരി ഇർഫാൻ, കോഴിക്കോട്ടും വെള്ളക്കെട്ടിലൂടെ വിദ്യാർത്ഥികളുമായി ഡ്രൈവറുടെ സാഹസിക യാത്ര. ഡ്രൈവർ വാഹനം ഓടിച്ചത് നിറയെ വിദ്യാർത്ഥികളുമായി, അതും ഇടുങ്ങിയ റോഡിലൂടെയാണ്. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പകുതി ഊങ്ങിട്ടാണല്ലേ.